അധ്യായം അതിന്റെ 13 മുതൽ ഭാഗങ്ങൾ. Praise the Lord. ലൂക്കോസ് 24:13. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് നിന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറനായ യേശുവിനെ കുറിച്ച് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ച് ഇന്ന് 3 നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയിൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ അവനെ കണ്ടില്ലതാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചു തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായമാണ് 13 മുതൽ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പുനരുദ്ധാനത്തിന് ശേഷമായിട്ട് അവൻ സംഭവിച്ചതായ കാര്യമാണ് നമ്മൾ വായിക്കാൻ ഇടയായത്. കർത്താവിന്റെ അത്ര അറിയപ്പെടാത്ത 2 ശിഷ്യന്മാർ ഒരുപക്ഷെ പാസ്ഓവർ എന്ന് പറയുന്ന യഹൂദന്മാരുടെ പെരുന്നാള് കഴിഞ്ഞിട്ട് ആ ഞായറാഴ്ച അവർ യെരൂശലേമിലെ യഹൂദയിൽ നിന്ന് എമ്മൂസിലേക്ക് യാത്ര ചെയ്തതായ ആ സമയത്ത് അവർ തമ്മിൽ സംസാരിച്ചു തർക്കിച്ചു കൊണ്ടുപോകുന്നതായ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അവരുടെ സംസാരത്തിലും അവരുടെ നടപ്പിലും ഒക്കെ കർത്താവ് കണ്ടത് അവർ വളരെ ദുഃഖിതരാണ്. അവരുടെ സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രത്യാശ അവർക്ക് പോയിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടവർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചത് അവർ വാടി മുഖത്തോട് നിന്നതാണ്. അവരുടെ ഹൃദയത്തിൽ സന്തോഷമില്ല, പ്രത്യാശ നഷ്ടപ്പെട്ട വാടി മുഖത്തോടെ അവർ ആയിരിക്കുകയാണ്. കാരണം നമ്മൾ താഴോട്ട് വായിച്ച വാക്യത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ അവനെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആശിച്ചിരുന്നു. അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആശയുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്നാണ് ഞങ്ങൾ ആശിച്ചിരുന്നത്. ഈ യഹൂദന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് കഥകൾ പിന്നിലേക്ക് നോക്കിയാൽ അവൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മഖാബിയൽ ലഹള ആ കാലഘട്ടം ഉൾപ്പെടെയുള്ളതായ ചരിത്രങ്ങൾ നോക്കിയാൽ യഹൂദന്മാർ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന മശിഹയെ നാളുകളായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പലരും കള്ളക്രിസ്തുക്കളായി വെളിപ്പെട്ടു വന്നിട്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ച ചരിത്രങ്ങളുണ്ട്. അവരുടെ പിന്നാലെ ഒരു വലിയ കൂട്ടം പോയി അവൻ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ കാപ്പട്ടികളെല്ലാം പൊളിഞ്ഞ് ആ മനുഷ്യന്റെ നാശത്തോടെ, അനർത്ഥത്തോടെ, മരണത്തോടെ തീർന്നു പോകുകയാണ്. അങ്ങനെ ഒരുപാട് പേർ വന്ന് യഹൂദന്മാരെ മശിഹ എന്ന് പറഞ്ഞ് പറ്റിച്ച് മുൻപോട്ട് പോയിട്ടുണ്ട്. അതില് അവൻ സൈമൺ മക്കാബിയസ് എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്ന യഹൂദന്മാരെ പീഡയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മുൻപോട്ട് വന്നാണ്. ആ സൈമൺ എന്ന് പറയുന്ന മക്കളിൽ
ആ പിതാവിന്റെ 6 മക്കളിൽ ഒരുവനായിരുന്നു സൈമൺ മക്കാബിയോസ്. ഹല്ലേലൂയ. ആ സൈമൺ മക്കാബിയോസ് ഹല്ലേലൂയ യഹൂദന്മാരുടെ ഇടയിൽ മശിഹ എന്ന് പറഞ്ഞ് കടന്നു വന്ന് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന വ്യക്തി പ്രൈസ് ദി ലോർഡ് അവിടെ ആലയത്തിൽ കടന്ന് അവിടെ ആലയത്തിൽ അവൻ സ്വന്തം സിംഹാസനത്തിൽ ഞാനാണ് മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവരെ ആരാധിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ യഹൂദന്മാരെല്ലാം പീഡിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ സൈമൺ മക്കാബിയോസ് ആണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ലഹളയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ആ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കി ആലയം പ്രൈസ് ദി ലോർഡ് നേർച്ചമുഖത്തെ അടുത്ത് ആരാധന കഴിച്ചതായ സമയത്ത് അവൻ ഹല്ലേലൂയ അന്ത്യോക്യസ് എപ്പിഫാനസിനെ പുറത്താക്കിയിട്ട് അവൻ നാടുകടത്തിയ അന്ത്യോക്യയിലേക്ക് അദ്ദേഹം നാടുകടത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആലയമെല്ലാം ശുദ്ധീകരിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ സൈമൺ മക്കാബിയോസ് ആണ് യഹൂദന്മാരുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ പുരോഹിതനാക്കി ശുശ്രൂഷയ്ക്ക് നിയമിച്ച് ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ യുദ്ധം നയിക്കുവാനിടയായി. പിന്നീട് അദ്ദേഹത്തെ മശിഹയാണെന്ന് ചിന്തിച്ചുകൊണ്ട് യഹൂദന്മാർ വാഴ്ത്തി പാടുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൈമൺ മക്കാബിയോസിന്റെ മകൻ യൂദാ മക്കാബിയോസ് ആയിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യൂദാ എന്ന പേര് തന്നെ യഹൂദന്മാരുടെ ഇടയിൽ വളരെയധികം പ്രശസ്തമായി തീർന്നു. നമ്മൾ സച്ചിൻ എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുനടക്കുന്ന പോലെ അന്ന് യൂദ എന്ന പേര് വളരെയധികം പ്രശസ്തമായിരുന്നു. യൂദാ മക്കാബിയോസ് സൈമൺ മക്കാബിയോസിന്റെ മകനാണ് യൂദാ മക്കാബിയോസ്. അദ്ദേഹമാണ് ആ ലഹളയ്ക്ക് പ്രധാനമായും നേതൃത്വം നടത്തിയത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെയധികം പ്രശസ്തനായി തീർന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കുവാൻ തുടങ്ങി. ചിത്രത്തിന്റെ തലയ്ക്ക് വട്ടത്തിൽ പ്രകാശവലയങ്ങൾ വരച്ചു വെക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് പിന്നീട് 2 കൊമ്പുകൾ ചാർത്തി കൊടുത്തപ്പോൾ ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി. അവൻ ഹല്ലേലൂയ യഹൂദാ ഗോത്രത്തിന്റെ അവൻ അറുക്കപ്പെടുന്ന കുഞ്ഞാടെന്നുള്ള ചിത്രം അവൻ അവരുടെ ഹൃദയത്തിനകത്ത് കയറിക്കൂടി. മശിഹയാണ്, ക്രിസ്തുവാണ് ഈ യൂദാ മക്കാബിയോസ് എന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ കടന്നു വന്ന കാലഘട്ടങ്ങളുണ്ട്. അങ്ങനെ പലരും പല കാലഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് യേശു യഹൂദന്മാരുടെ വീണ്ടെടുപ്പുകാരനെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നതാണ്. പക്ഷെങ്കിൽ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള മുഖഭാവത്തോടെ ദുഃഖത്തോടെയാണ് ഇവർ സംസാരിക്കുകയും തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എമ്മൂസിലേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ യേശു കർത്താവ് അവരോട് ചേർന്ന് നടന്നുകൊണ്ട് നിങ്ങൾ എന്താണ് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തെന്ന് ചോദിക്കുമ്പോൾ വാടി മുഖത്തോടുകൂടി അവർ ചോദിക്കുകയാണ്, ക്ലെയോപ്പാ എന്ന പേരുള്ള നീ മാത്രം ഈ നാളുകളിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയുന്നില്ലയോ? ആ കാര്യങ്ങൾ അവരൊന്നും കൂടെ അവൻ കഥാവാണെന്ന് അറിയാതെ അവൻ കഥാവിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും അവൻ ശക്തിയോടെ അവൻ പ്രവർത്തിച്ചതായ പ്രവാചകൻ ആയിരുന്നു അവൻ. ആ നസറനായ യേശുവിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരെന്ന് ആശിച്ചിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ 3 നാൾ അവൻ തികഞ്ഞിരിക്കുകയാണ്, നീ മാത്രമല്ല അറിയാതിരിക്കുന്നു. അപ്പോൾ യേശു ആണെന്ന് അവർക്കറിയാം, അവൻ നസ്രത്തുകാരനെന്ന് അറിയാം, അവരൊരു പ്രവാചകനാണെന്ന് അറിയാം, അവൻ മശിഹ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന് അവർ ആശിച്ചു. അവരുടെ കാശിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവർ പറയുന്നതിന്റെ അർത്ഥം അവരുടെ ആശ പോയി. അവനെ അവർ ക്രൂശിച്ചു, അവർ മരിച്ചു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ഞങ്ങൾ ആശിച്ച കാര്യം നടന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ തമ്മിൽ വാദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത് പ്രതീക്ഷകൾ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ യേശു കർത്താവിന് അവരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ അവൻ സന്തോഷം നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അതിന് സന്തോഷത്തിന് വകയുണ്ട്. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം അവരോട് പറയുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുവാനിടയായത്. ഹല്ലേലൂയ. അവർ ചേർന്ന് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവൻ വാഗ്ദത്തം പോലെ അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ 2 പേർ ചേർന്ന് നടന്നുകൊണ്ട് അവർ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? They are talking about Jesus. അവർ യേശുവിനെ കുറിച്ചാണ് അവർ 2 പേർ സംസാരിക്കുന്നത്. Praise the Lord. 2 പേർ ഒരുവനെ
ബന്ധപ്പെട്ട് യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ യേശു അവരുടെ അടുക്കൽ മൂന്നാമനായി കടന്നു വന്നുകൊണ്ട് ഹല്ലേലൂയ യേശു അവരോട് സംസാരിക്കാനിടയായി. Praise the Lord. ദൈവമക്കളെ, നമ്മൾ 2-3 പേർ ചേർന്ന് നിൽക്കുമ്പോൾ ആ 2 പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിനെ പറ്റി നമ്മൾ സംസാരിക്കുവാൻ തുടങ്ങിയാൽ അവൻ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്ന് അവൻ നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ നാം ദൈവത്തിലായിരിക്കുമെങ്കിൽ നാം യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ ആരംഭിക്കുക. അവൻ യേശുവിനെ കുറിച്ച് നാം സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൻ നമ്മോട് സംസാരിക്കാൻ ആരംഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ യാത്രയിൽ അവർ യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് കടന്നു വന്ന് അവരോട് സംസാരിക്കുവാൻ ഇടയായതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവൻ കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ പറയുവാൻ ആരംഭിക്കുമ്പോൾ അവൻ നമ്മോട് വ്യക്തമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, നാം നടക്കേണ്ട കാര്യങ്ങൾ, ഹല്ലേലൂയ, അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവർ കർത്താവിനോട് സംസാരിക്കാനിടയായി. അവൻ യേശുവിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയാം. അതൊക്കെ അവരോട് കർത്താവിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ അറിഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് അവൻ സ്വന്തം യേശുവിനെ കുറിച്ച് അവരോട് കർത്താവ് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ അറിവ് വളരെ അവൻ ലഘുവാണ്. ഈ അറിവ് നിങ്ങൾക്ക് നിരാശ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ ചെറിയതായ അല്പമായ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിരാശ കൊണ്ടുവന്നിരിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ട് കംപ്ലീറ്റ് അല്ല. നിങ്ങൾക്ക് ഇനിയും അവൻ ഹല്ലേലൂയ അറിയുവാനുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തിന്, നിങ്ങളുടെ നിരാശയുടെ അവൻ കാരണങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ പോകുകയാണ്. അവൻ കർത്താവോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ അറിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ പ്രവാചകനാണ്, അവൻ മശിഹയാണ്, അവൻ നസ്രത്തുകാരനാണ് എന്നുള്ള കാര്യങ്ങൾ പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ച കാര്യങ്ങൾ ചിലതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ കാരണം അവനെ ആ പ്രമാണികൾ പുരോഹിതന്മാർ ക്രൂശിച്ച് കൊന്നുകളഞ്ഞു. അവൻ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു പോയി. എന്നാൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ അല്പം കൂടി നിങ്ങൾക്ക് അറിയുവാനുണ്ട്. അവൻ കർത്താവോട് പറയുകയാണ്, അവൻ സ്വന്തം നിങ്ങൾക്ക് തിരുവചനത്തെ കുറിച്ച് അറിവില്ലയോ? അവൻ മശിഹ അല്ലെങ്കിൽ ക്രിസ്തു അവൻ സ്വന്തം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കർത്താവ് തിരുവചനത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളിലൊക്കെ അവരെ കൊടുത്തുകൊണ്ട് അവൻ മശിഹായുടെ യഥാർത്ഥമായിരിക്കുന്ന പിക്ചർ എന്താണെന്ന് അവരെ ധരിപ്പിക്കുകയാണ്.